ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആറാസിത്തെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ യൂണിറ്റായ ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ് എന്ന് പറയുന്ന ഈ യൂണിറ്റിലെ മുഴുവൻ കാര്യങ്ങളും, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളും ആക്ടിവിറ്റീസും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് മുമ്പ് 6ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ മലയാളം, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മാത്സ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ ഇതിന് മുന്നേയുള്ള 3 പാഠങ്ങളും അതിൻ്റെ നോട്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവരും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് പാഠത്തിൻ്റെ പേര്? ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ് എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ എന്താണ്? ഗ്ലോബിൽ നിന്ന് മാപ്പിലേക്ക് എന്ന് പറയുന്ന പാഠമാണ് ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ്. ആ ബോക്സ് വായിച്ചു നോക്കാം. സൂര്യനിൽ നിന്നുള്ള ചൂട് തീക്കുടവുമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടക്കുന്ന മയങ്ങിയുണർന്നവളല്ലോ ഭൂമി. വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. അവലംബം ഭൂമി സനാഥയാണ്. വയലാർ രാമവർമ്മ. അപ്പം അതിൽ നിന്നുള്ള കുറച്ച് വരികളാണ്. വയലാർ രാമവർമ്മ sings that the earth which has a fireball that fell from the sun into the pond of Voyard and slept laying frozen and on waking up draped herself with a moist life particle. അതായത് സൂര്യനിൽ നിന്ന് അടർന്നിട്ടുള്ള ഒരു തീക്കടവുമാണ് ഒരു ശൂന്യാകാശമായി പെയ്തിറങ്ങിയിട്ടുള്ള ആ ഒരു തണുത്ത് ഉറങ്ങിയിട്ടുള്ള ഭൂമിയെയാണ് രൂപപ്പെട്ടതെന്നും അന്തരീക്ഷത്തിൽ ഈറൻ ജീവകണങ്ങളെ വാരിച്ചൂടി നിൽക്കുകയാണെന്നുമാണ് ഇവിടെ വയലാർ രാമവർമ്മ ഇതിലൂടെ പാടിയിട്ടുള്ളത്. Our earth, which is rich with atmosphere, water and favorable climate, is the only celestial body in the universe which is found to sustain life. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ആകട്ടെ, അതുപോലെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ്, അതുപോലെ വാട്ടർ, ഇതെല്ലാം വളരെ ഓൺലി എസെൻഷ്യൽ ഇവയെല്ലാമാണ് ഈ ഭൂമിയെ സമ്പന്നമാക്കുന്നത്. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിൽ ജീവൻ, ലൈഫ് നിലനിൽക്കുന്നത് കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളമാണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. We have become familiar with the shape and the movement and other characteristics of the earth in the previous classes. അപ്പോൾ നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്താണ് ഭൂമിയുടെ ആ ഒരു ഷേപ്പ്, അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. Then the image of the earth captured from the space, how as a clear picture of the shape of the earth. അതായത് നമ്മൾ സ്പേസിൽ നിന്ന് എടുക്കുന്ന ചിത്രങ്ങൾ ഭൂമിയുടെ ശരിയായിട്ടുള്ള ആ ഒരു ഷേപ്പ്, ആകൃതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. Does the earth really have a spherical shape? അപ്പോൾ ശരിക്കും ഇതിന് എർത്തിനൊരു സ്ഫിരിക്കൽ ഗോളാകൃതിയാണോ? The earth has a unique shape which is slightly flattened at the poles and slightly bulged in the middle. This shape of earth is known as geoid. അപ്പോൾ ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ശരിക്കും എന്താണ്? സ്ഫിരിക്കൽ ഷേപ്പ് അല്ല, ജിയോയിഡ് എന്ന് പറയുന്നൊരു ഷേപ്പാണ്. അതായത് എന്താണ്? എർത്തിൻ്റെ ആ യുണീക്ക് എന്ന് പറയുന്നത് പോളുകളിൽ എന്താണ് അല്പം പരന്നിട്ടുള്ളതും അതുപോലെ തന്നെ മിഡിലിൽ കുറച്ച് ബൾജ് ചെയ്തിട്ടുള്ളതും തള്ളി നിൽക്കുന്നതുമായിട്ട് കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഷേപ്പാണ്. ഈ ഷേപ്പിനെയാണ് ജിയോയിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. The globe is the true model of the earth. It is used to understand geographical features on the surface of earth and to determine the location. അതായത് ഒരു ഗ്ലോബ് എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു എർത്തിൻ്റെ മോഡലാണെന്നാണ് പറയുന്നത്. അതിലൂടെ നമുക്ക് അതിലൂടെ ഈ സർഫസും അതുപോലെ തന്നെ ലൊക്കേഷൻ എന്നിവയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗ്ലോബിലൂടെ. You have become familiar with the horizontal and vertical lines on the globe in the previous classes. അപ്പോൾ നിങ്ങൾ മുന്നത്തുള്ള ക്ലാസ്സുകളിലൊക്കെ ഗ്ലോബിൻ്റെ അതായത് ഹൊറിസോണ്ടൽ വരയും അതുപോലെ തന്നെ വെർട്ടിക്കൽ വരയെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ലെറ്റ് us ലേൺ മോർ അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ലൈൻ. അപ്പോൾ ഇങ്ങനത്തെയുള്ള ലൈൻസിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഫീച്ചേഴ്സും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്, ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്, പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. അതായത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വാക്കൊക്കെ കേട്ടിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. Lines of latitude are imaginary lines that connect the points in the same angular distance on both sides of the equator with reference to the Earth's center. അതായത്
നമ്മുടെ ഇതിൻ്റെ എന്താണ് സെൻട്രലിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു രേഖ എന്താണ് ആ ഒരു ലൈനിൻ്റെ ഇരുവശത്തും എന്താണ് ഒരേ ആയിട്ടുള്ള അകലത്തിലുള്ള ഓരോ ബിന്ദുക്കൾ തമ്മിലുള്ള ബന്ധിപ്പിച്ചിട്ടുള്ള വരക്കുന്ന ഒരു ഇമാജിനറി സാങ്കല്പികമായിട്ടുള്ള ഒരു ലൈനാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡിൽ സർക്കിൾസ് ദാറ്റ് ആർ ഡ്രോൺ പാരലൽ ടു ദ ഇക്വേറ്ററിൻ്റെ പാരലൽ ആയിട്ടായിരിക്കും എന്താണ് ഈ ലൈൻസ് ഉണ്ടായിട്ട് വരക്കുന്നത്. ഓക്കെ, then observe the figure 4.1 and find the largest circle of latitude. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഏതാണെന്ന് ഈ ഫിഗർ നോക്കിയിട്ട് കണ്ടെത്താനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലാർജസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിട്ടുള്ള ഇക്വേറ്റർ ആണ്. യു ഹാവ് ഫൗണ്ട് ദാറ്റ് ദ 0 ഡിഗ്രി സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് ദ ലാർജസ്റ്റ് വൺ. ദിസ് ഈസ് ഇക്വേറ്റർ. അണ്ടർലൈൻ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Observe the lines of latitude drawn to the north and south of the equator on the globe. അപ്പോൾ ഇവിടെ ലാറ്റിറ്റ്യൂഡ് വരച്ചിട്ടുണ്ട്, അതായത് നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും. അത് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആർ ഓൾ ദ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈക്വൽ ഇൻ സൈസ്? നോ. വി ക്യാൻ സീ ദാറ്റ് ആസ് വി മൂവ് ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾ, അതായത് നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് എന്താണ് പോകും തോറും അതിൻ്റെ എന്താണ് ദ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഗെറ്റ് സ്മോളർ ഇൻ സൈസ്. അപ്പോഴെന്താണ് ഉണ്ടാകുന്നത്? ആ സർക്കിളിൻ്റെ ലാറ്റിറ്റ്യൂഡിൻ്റെ സൈസ് ചെറുതായിട്ടാണ്, വലിപ്പം കുറഞ്ഞു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾ ദ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഗെറ്റ് സ്മോളർ ആൻഡ് ദ 0 ഡിഗ്രി സർക്കിൾ ഓഫ് ലാർജസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. അതിന് ഇക്വേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ. ദെൻ ഹിയർ shall we draw lines of latitude? അപ്പോൾ നമുക്ക് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ലൈൻസ് വരച്ചാലോ? Cut a rubber ball which is not hauled into 2 halves. Make a angular measures from 0 to 90 degree on the both halves as shown in the picture. Using a protractor, draw lines based on the angular measures and join them at the center of the half and see the picture. Now extend these lines in the surface and join the equal angular measures. Then draw the lines on the other half as well as paste 2 halves back together. You will get a ball with lines of latitude. അപ്പോൾ നിങ്ങൾ ഒരു റബ്ബർ പന്ത് എടുത്തിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിൽ ടീച്ചറുടെ സഹായത്തോടെ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. Based on the equator, the earth can be imagined as 2 hemispheres. അതായത് എന്താണ് നമ്മുടെ ഇക്വേറ്ററിൻ്റെ ബേസിൽ നമ്മൾ എർത്തിനെ രണ്ട് ഹെമിസ്ഫിയറുകളായിട്ട് ഇമാജിൻ ചെയ്തിട്ടുണ്ട്. ദ ഹെമിസ്ഫിയർ ദാറ്റ് ലൈസ് ടു ദ നോർത്ത് ഇക്വേറ്റർ ഈസ് കോൾഡ് നോർത്തേൺ ഹെമിസ്ഫിയർ. അതായത് നോർത്ത് ഭാഗത്ത് ഉള്ള ആ ഒരു ഹെമിസ്ഫിയർ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും, അതുപോലെ എന്താണ് സദേൺ ഭാഗത്തുള്ളതിനെ സദേൺ ഹെമിസ്ഫിയർ എന്നുമാണ് പറയുന്നത്. ആ ഫിഗർ 4.2 നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ദെൻ ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് നിങ്ങൾ ഗ്ലോബ് നിരീക്ഷിച്ച് താഴെ കൊടുത്തിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. കോണ്ടിനെൻറ്റ്സ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള കോണ്ടിനെൻറ്റ്സ് ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ്, അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക. ദെൻ സദേൺ ഹെമിസ്ഫിയറിലുള്ള കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണ്? അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. ദെൻ കോണ്ടിനെൻറ്റ്സ് സ്പ്രെഡ് അക്രോസ് ബോത്ത് ഹെമിസ്ഫിയർ. അതായത് സദേണിലും നോർത്തേണിലും രണ്ടിലും ഉള്ള കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണ്? ആഫ്രിക്കയും സൗത്ത് അമേരിക്കയുമാണ്. യു ഹാവ് നോട്ടീസ് ദാറ്റ് ദ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ബിക്കം സ്മോളർ ഇൻ സൈസ് ആസ് വി മൂവ് ഫ്രം ദ ഇക്വേറ്റർ ടുവേർഡ്സ് നോർത്ത് ആൻഡ് സൗത്ത്. അതായത് നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലോട്ടും സൗത്തിലോട്ടും പോകുമ്പോൾ അതിൻ്റെ സൈസ് കുറയുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാകും. It can be seen that latitudinal circle gradually decrease in the size and end at 90 degree point in the northern and 90 point in the south. The 90 degree latitude is known as north pole and 90 degree latitude is called as south pole. 90 degree പോയിന്റിനെ സൗത്തിൻ്റെ പോയിന്റിനെ സൗത്ത് പോൾ എന്നും നോർത്തിൻ്റെ പോയിന്റിനെ നോർത്ത് പോൾ എന്നുമാണ് പറയുന്നത്. Latitudes in the north of equator are called northern latitudes and those the south are called southern latitudes. അതായത് നോർത്തിലുള്ള ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലുള്ള ലാറ്റിറ്റ്യൂഡ്സിനെ നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നും സദേണിൽ നിന്നുള്ള ഇതിനെ സദേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നുമാണ് പറയുന്നത്. ഒബ്സർവ് ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നാമത് നോർത്ത് പോൾ, then അടുത്തത് സൗത്ത് പോൾ ആണ്, ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത്. If a straight line is imagined through the center of the earth connecting
the poles, that is earth axis. അപ്പോൾ നമ്മളോട് എന്താ പറയുന്നത്, ഈ ചിത്രത്തിലുള്ള നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിനെയും നിരീക്ഷിച്ച ശേഷം ഈ പോളുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ നേരെ ഒരു സാങ്കല്പിക ഇമാജിനറി ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എർത്ത് ആക്സിസ് എന്ന് പറയുന്നത്. ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. അതായത് ഇമാജിനറി ആക്സിസിൽ എന്താണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 23 1/2 ഫ്രം ദ പെർപെൻഡിക്കുലർ ടു ദ ഓർബിറ്റൽ പ്ലെയിൻ. അപ്പോൾ ഈ ആക്സിസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണ്, അതായത് ഒരു ചെരിവുണ്ട്. ഇതിന് 23½ ഡിഗ്രിയാണ് ചെരിവ്. ദെൻ ഫോം പെർപെൻഡിക്കുലർ ആണ്. ഒബ്സർവ് ദ ഫിഗർ 4.5b ആൻഡ് ഐഡൻറ്റിഫൈ ദ ഇൻക്ലൈനേഷൻ ഓഫ് ദ എർത്ത് ആക്സിസ്. അപ്പം നിങ്ങൾ അടുത്തൊരു ചിത്രം നിരീക്ഷിച്ചിട്ട് അതിൻ്റെ ആ ചെരിവ് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് മനസ്സിലാകും, അതായത് എത്രത്തോളം അതിൻ്റെ ചെരിവ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ദിസ് ഇല്ലസ്ട്രേഷൻ ഈസ് ഫോർ ദ കൺസെപ്ഷ്യൽ ക്ലാരിറ്റി. അതായത് ഇതെന്താണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ചിത്രമാണിത്. ദെൻ ഹിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബ്സർവ് ദ ഫിഗർ 4.5a ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഉണ്ട്. അതിൽ 0 ഡിഗ്രിയാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ദെൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്രയാണ്, 23½ ഡിഗ്രി നോർത്താണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് 23½ സൗത്ത് ആണ്. ആർട്ടിക് സർക്കിൾ 66½ ഡിഗ്രി നോർത്ത് ആണ്. അന്റാർട്ടിക് സർക്കിൾ 66½ ഡിഗ്രി സൗത്ത് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ലൈൻസ് ഓഫ് ലോങ്റ്റിറ്റ്യൂഡ് ആണ്. ഇത് നമ്മൾ പറയുന്നത് ലോങ്റ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതുവരെ ലാറ്റിറ്റ്യൂഡാണ് പഠിച്ചത്. മെറിഡിയൻസ് ഓഫ് ലോങ്റ്റിറ്റ്യൂഡ് എന്നും പറയും. Then the imaginary lines drawn on the surface of Earth connecting the North Pole and South Pole with reference to Earth's center are called lines of longitude. അതായത് ഭൂമിയുടെ ഇക്വേറ്ററിൽ മുതൽ സൗത്ത് പോളിലേക്കും നോർത്ത് പോളിലേക്കും ബന്ധിപ്പിച്ചിട്ടുള്ള ആ ഒരു വരക്കുന്ന ഒരു ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദിസ് ആർ സെമി സർക്കിൾസ് ഓഫ് ദ സെയിം സൈസ്. അപ്പോൾ ഇതൊരു സെമി സർക്കിളാണ്, ഒരേ സൈസ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും. ടൈം ഓൺ ദ Earth is determined based on the lines of longitude 0 degree longitude and 180 degree longitude are the important longitudes. അതായത് സമയം എങ്ങനെയാണ് ഇതിൻ്റെ, അതായത് ലോങ്റ്റിറ്റ്യൂഡ്സിൻ്റെ ഈ ഭൂമിയുടെ സമയം നിർണ്ണയിക്കുന്ന ലോങ്റ്റിറ്റ്യൂഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രധാനപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോങ്റ്റിറ്റ്യൂഡാണ് 0 ഡിഗ്രി, അതുപോലെ തന്നെ 180 ഡിഗ്രി എന്ന് പറയുന്നത്. ദെൻ എന്താണ് പറയുന്നത്, ഇമാജിൻ ദാറ്റ് ലോങ്റ്റിറ്റ്യൂഡൽ ലൈൻസ് ആർ ഡ്രോൺ അറ്റ് 1 degree interval connecting both poles. Then we can draw 360 longitudinal lines. അതായത് 1 ഡിഗ്രി ഇടവിട്ടിട്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ നമുക്ക് 360 ലോങ്റ്റിറ്റ്യൂഡ്സ് വരക്കാൻ സാധിക്കും എന്ന് പറയുന്നു. Then next page, draw lines of longitudes on a pole and mark the measurements just as you draw in the lines of longitudes. അതായത് നിങ്ങൾ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ആ ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഇതും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ലോങ്റ്റിറ്റ്യൂഡ്സിൻ്റെ ലൈൻസ് വരയ്ക്കുക. ദെൻ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലോങ്റ്റിറ്റ്യൂഡ് നോക്കാം നമുക്ക്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് പഠിച്ചു, ഇനി ലോങ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറ്റാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ലൈൻ ഓഫ് ലോങ്റ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് പ്രൈം മെറിഡിയൻ. അപ്പോൾ 0 ഡിഗ്രിയുടെ ആ ലോങ്റ്റിറ്റ്യൂഡ് ലൈനിന് നമ്മൾ എന്താ പറയുന്നത്, പ്രൈം മെറിഡിയൻ ആണ്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്നതാണ് ഇക്വേറ്റർ. സിൻസ് ദിസ് ലൈൻ പാസസ് ത്രൂ ദ ഗ്രീൻവിച്ച് നിയർ ലണ്ടൻ, ദിസ് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രീൻവിച്ച് മെറിഡിയൻ. അതായത് ഗ്രീൻവിച്ച്, ലണ്ടനിലെ ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തിൻ്റെ അടുത്തുകൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ പ്രൈം മെറിഡിയനെ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും പറയുന്നുണ്ട്. ദ ലോങ്റ്റിറ്റ്യൂഡ് ലൈൻ ഡ്രോൺ ഓപ്പോസിറ്റ് ടു 0 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് ഈസ് 180 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് ലൈൻ. ബേസ്ഡ് ഓൺ ദിസ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഹാസ് ബി ഡ്രോൺ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് 180 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈന് വരച്ചിട്ടുള്ളത്. ദ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഈസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ. അതൊരു സ്ട്രേറ്റ് ലൈൻ അല്ല ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈന്. Then find out the reason. Based on the prime meridian, the earth can be divided into eastern hemisphere and western hemisphere. അപ്പോൾ ഈ പ്രൈം മെറിഡിയൻ്റെ ബേസിൽ എർത്ത് എന്താണ് 2 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈം അതായത് എന്താണ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, അതുപോലെ തന്നെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നേരത്തെ നമ്മൾ എന്താണ് നോർത്ത് പോളും സൗത്ത് പോളും പഠിച്ചു. അപ്പോൾ ഇവിടെ ഈസ്റ്റേൺ ഹെമിസ്ഫിയറും വെസ്റ്റേൺ ഹെമിസ്ഫിയറുമാണ്. ദ ലോങ്റ്റിറ്റ്യൂഡൽ ലൈൻസ് ടു ഈസ്റ്റ് prime meridian is called eastern longitude and those the west are called western longitude.
ലോങ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ലോങ്റ്റിറ്റ്യൂഡ് ലൈന് ഈസ്റ്റിലൂടെ പോകുന്നതിന് ഈസ്റ്റേൺ ലോങ്റ്റിറ്റ്യൂഡ് എന്നും വെസ്റ്റിലൂടെ പോകുന്നതിന് വെസ്റ്റേൺ ലോങ്റ്റിറ്റ്യൂഡ് എന്നുമാണ് പറയുന്നത്. ദെൻ താഴെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഒബ്സർവ് ദ ഫിഗർ 4.8. ഐഡൻറ്റിഫൈ ദ വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്ലോബ്. ഒരു ഗ്ലോബിൻ്റെ സഹായത്തോടെ ഈ ഫിഗർ നിരീക്ഷിച്ചതിന് ശേഷം ഇവിടെ വെസ്റ്റേണും ഈസ്റ്റേൺ ഹെമിസ്ഫിയറും നോക്കുക. ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ഓഫ് ഫോളോയിങ് കൺട്രീസ് ഇൻ ദ റെസ്പെക്റ്റീവ് ഹെമിസ്ഫിയർ. റൈറ്റ് ദം എഗെയിൻസ്റ്റ് ഈച്ച് കൺട്രി. അപ്പോൾ അതായത് ഓരോ പൊസിഷനനുസരിച്ചിട്ട് ഏത് ഹെമിസ്ഫിയറിലാണ് വരിക അതിനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആണ്. ബ്രസീൽ വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആണ്. ഇന്തോനേഷ്യ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. Then we are now familiar with the latitude and longitudinal lines. The exact position of a place, a region, object on earth is determined based on the latitudinal and longitudinal lines. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അതായത് ലോങ്റ്റിറ്റ്യൂഡ്സിനെയും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ്സിനെയും കുറിച്ചിട്ട്. അപ്പോൾ ഒരു സ്ഥലത്തിനെ നമ്മൾ നിശ്ചയിക്കുന്നത് എർത്തിലെ ഏതൊരു സ്ഥലത്തിനെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ലാറ്റിറ്റ്യൂഡ്സിൻ്റെയും ലോങ്റ്റിറ്റ്യൂഡ്സിൻ്റെയും ലൈൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ലുക്ക് അറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് ദ ലൈൻസ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്റ്റിറ്റ്യൂഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ദിസ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്റ്റിറ്റ്യൂഡ്. ഫിഗർ 4.9 നോക്കുകയാണെങ്കിൽ ഒരു നെറ്റ്വർക്ക് ലൈൻസ് ആയിട്ടാണ്. ദിസ് ഈസ് കോൾഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതിനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വി ക്യാൻ സീ ദ നെറ്റ്വർക്ക് ഓഫ് ദ ലാറ്റിറ്റ്യൂഡിനൽ ലോങ്റ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഓൺ ദ മാപ്പ് ആൻഡ് അറ്റ്ലറ്റ്സ്. അപ്പോൾ നമുക്ക് മാപ്പിലൊക്കെ നമുക്കിത് ലോങ്റ്റിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് പറയുന്നത് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് ഈ നെറ്റ്വർക്ക് ലൈൻസിനെ പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ്. Then here ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. എന്താണ്? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ വിത്ത് ദ റെഫറൻസ് ടു ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്റ്റിറ്റ്യൂഡ്സ് ലൈൻസ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡിലെയും ലോങ്റ്റിറ്റ്യൂഡ്സിൻ്റെയും ലൈൻസ് അനുസരിച്ചിട്ട് അതിനെ ലൊക്കേറ്റ് ചെയ്യാനാണ്. ലിസ്റ്റ് ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ഫ്രം 8 ഡിഗ്രി നോർത്താണ്. അത് നോക്കിയാൽ മനസ്സിലാക്കും. 8 ഡിഗ്രി നോർത്ത് മുതൽ എന്താണ് 2 ഏതുവരെയാണ് ലാറ്റിറ്റ്യൂഡ്? 38 ഡിഗ്രി നോർത്താണ്. അപ്പോൾ അത് നോക്കുക. എന്നാൽ ലോങ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 68 ഡിഗ്രി ഈസ്റ്റ് മുതലാണ്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കും 68 ഈസ്റ്റ് മുതൽ 98 ഈസ്റ്റ് വരെയാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. ദെൻ അടുത്ത ടോപ്പിക്കാണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. വിൽ ദ ഗ്ലോബ് അലോൺ ബി ഇനഫ് ഫോർ എ ക്ലോസ് സ്റ്റഡി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എർത്ത് സർഫസ്? അതായത് നമ്മുടെ എർത്തിൻ്റെ സർഫസിൻ്റെ ആ ഫീച്ചേഴ്സ് നമ്മൾക്ക് പഠിക്കണമെങ്കിൽ ഗ്ലോബ് മാത്രം മതിയോ? ദെൻ it is the network of lines of latitude and longitude that helped us to determine the location of India on earth. അതായത് ഒരു നെറ്റ്വർക്ക് ആയിട്ടുള്ള ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡ്. അതാണ് നമ്മളെ ലൊക്കേഷൻ ഓഫ് ഇന്ത്യയുടെ ലൊക്കേഷൻ എർത്തിൽ കാണിക്കുന്നത്. ദിസ് നെറ്റ്വർക്ക് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്റ്റിറ്റ്യൂഡ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ മാപ്പ് മേക്കിംഗ്. കാർഗോഗ്രഫി എന്നാണ് മാപ്പിൻ്റെ ആ ഒരു മേക്കിങ്ങിൻ്റെ സ്റ്റഡിക്ക് പറയുന്നത്. You may be aware that a map is a depiction of the features of Earth's surface on a flat surface. Though the surface of Earth is curved, the map can be made flat surface. Drawing the features of spherical surface of a flat surface is a matter challenging in cartography. How can we make a map by flattening a globe? Shall we try flattening as shown in the figure 4.10? അതായത് ഈ ഭൂമിയുടെ സർഫസിനെ ഒരു കേർവ്ഡ് ആയിട്ടുള്ള നിർമ്മിക്കേണ്ടതിൻ്റെ പരന്ന പ്രതലത്തിലാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉരുണ്ട ആ ഒരു സർഫസിൻ്റെ സവിശേഷതകളെല്ലാം പരന്ന ആ ഒരു സർഫസിലേക്ക് മാറ്റി വരക്കുമ്പോൾ എന്താണ് അതിൻ്റെയാണ് പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മാപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ ഒരു ഗ്ലോബിനെ പരത്തിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു മാപ്പ് നിർമ്മിക്കാൻ കഴിയുക? ആ ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് പരത്തി നോക്കിയാലോ എന്നാണ് പറയുന്നത്. Then you can see that the polar region and some continents go cut when globe was made flat. അതായത് നമ്മളിങ്ങനെ ഫ്ലാറ്റ് ആകുമ്പോൾ എന്താണ് ഒരുപാടുള്ള പോളാർ റീജിയൻസ് അതുപോലെ തന്നെ മറ്റുള്ള കോണ്ടിനെൻറ്റ്സ് ഒക്കെ മുറിഞ്ഞു പോയതായി കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. Then if we make a map by flattening the globe like this, we would get a destroyed map. അതായത് നമ്മൾ ഇങ്ങനെയുള്ളതിലാകുമ്പോൾ എന്താണ് ഇങ്ങനെ പരത്തിയിട്ടുണ്ടാക്കുമ്പോൾ അതിൽ ഒരുപാട് ഭൂപടങ്ങൾ കിട്ടുക എന്നാണ് പറയുന്നത്. Then here
കവർ ദ ഗ്ലോബ് യൂസിങ് എ ട്രേസിംഗ് പേപ്പർ ആൻഡ് ട്രൈ ടു ഡ്രോ ദ കോണ്ടിനെൻറ്റ്സ്. അതായത് നിങ്ങളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഗ്ലോബിൻ്റെ ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ട് പൊതിഞ്ഞ ശേഷം അതിൻ്റെ കോണ്ടിനെൻറ്റ്സ് ഒക്കെ വരക്കാൻ ശ്രമിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വോണ്ട് വി ഗെറ്റ് എ ഡിസോർഡ് മാപ്പ് ഓഫ് ഫുൾ റിങ്കിൾസ് ആൻഡ് ഫ്രോൾസ്. അതായത് അപ്പോൾ നമുക്ക് മടക്കുകളും ചുളിവുകളും കാരണം എന്താണ് ആകെ ഒരു അപാകത നിറഞ്ഞിട്ടുള്ളൊരു മാപ്പാണ് നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. ഹൗ ക്യാൻ വി മേക്ക് എ മാപ്പ് വിതൗട്ട് സച്ച് ഫ്ലോസ്? ബൈ കോപ്പിയിങ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബ് surface which is spherical onto flat surface. For this the method called map projection is used. അപ്പോൾ ഇങ്ങനെ അപാകതകളൊന്നുമില്ലാണ്ട് നല്ല പരന്ന ഒരു ഫ്ലാറ്റ് സർഫസിൽ ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാപ്പ് പ്രൊജക്ഷൻ്റെ യൂസേജ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ യൂസ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാപ്പ് പ്രൊജക്ഷൻ ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്റ്റിറ്റ്യൂഡ് ഈസ് സയൻറ്റിഫിക്കലി ട്രാൻസ്ഫർ ടു എനി ഫ്ലാറ്റ് സർഫസ്. അതായത് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനാണിത്. അതൊരു മെത്തേഡാണ്, ഒരു നെറ്റ്വർക്ക് ആയിട്ടുള്ള നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സിൻ്റെയും ലോങ്റ്റിറ്റ്യൂഡ്സിൻ്റെയും ലൈൻസിനെ സയൻറ്റിഫിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് സയൻറ്റിഫിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ ഈസ് ഡ്രോയിങ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്റ്റിറ്റ്യൂഡ് ആൻഡ് അതർ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓൺ എ ഫ്ലാറ്റ് സർഫസ് ബൈ പ്ലേസിംഗ് എ ലൈറ്റ് സോഴ്സ് ഇൻസൈഡ് എ ട്രാൻസ്പാരൻറ്റ് ഗ്ലോബ്. അതായത് പണ്ട് കാലത്തുള്ള ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഗ്ലോബിൻ്റെ വിധത്തിൽ എന്തെങ്കിലും ഒരു ലൈറ്റ് കടത്തി വെച്ചിട്ട് ആ ലാറ്റിറ്റ്യൂഡ്സും ലോങ്റ്റിറ്റ്യൂഡ്സും മറ്റുള്ള ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ഒക്കെ വരക്കുന്നതായിരുന്നു പരമ്പരാഗത ട്രഡീഷണൽ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ദെൻ shall we show how it done? And keep a glass jar upside down. Draw lines of longitude and latitudes on the surface of jar using a marker as shown in the picture. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വരക്കുന്നത് നോക്കിയാൽ നിങ്ങളൊരു ജാർ എടുത്തിട്ട് അതിൻ്റെ വായ്ഭാഗം അടിയിലേക്ക് അയക്കുന്ന രീതിയിൽ വെക്കുക. അതിന് ശേഷം അതിൻ്റെ ചിത്രത്തിൽ കാണുന്നത് പോലെ ലാറ്റിറ്റ്യൂഡ്സും ലോങ്റ്റിറ്റ്യൂഡ്സും വരച്ച് നോക്കുക. Place a developable surface on the glass jar. Now place a light source inside the jar. What do you see? അതായത് ഇതുപോലെ നിങ്ങൾ ജാറിന് മുകളിലായിട്ട് ഒരു പരന്ന പ്രതലം വെച്ചതിന് ശേഷം ജാറിനുള്ളിൽ ഒരു ലൈറ്റ് കടത്തി വെക്കുക. അപ്പോൾ എന്താണ് കാണുന്നത്? You can see that the shadow of lines of latitude longitudes drawn on the jar is cast on the flat surface. Now draw this graticule on the flat surface after making the degree valves of latitudinal and longitudinal lines. You may use the map by drawing continents or countries based them. In this way the map by regions earth be constructed by copying. അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ട് ആ ജാറിന് മുകളിൽ വരച്ചിട്ടുള്ള ആ ലൈൻസൊക്കെ നിഴൽ പോലെ മറ്റുള്ള പരന്ന പ്രതലത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, then constructed by the copying the network of the longitudinal lines. This is made possibly by using surface of various shape. By changing the position of the surface and the source of light, different types of map projections can be prepared. Based on the shape of the developable surface, map projection can be categorized into 3. Let's become familiarized with 3, shall we? അതായത് മാപ്പ് പ്രൊജക്ഷൻ്റെ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ, ജെനിതൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നതും കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന 3 തരത്തിലുള്ള മാപ്പ് പ്രൊജക്ഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഒബ്സർവ് ദ ഫിഗർ 4.13. അപ്പോൾ ഈ ഫിഗർ നോക്കുക. എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ ട്രാൻസ്പാരൻറ്റ് ഗ്ലോബ്. ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലോബിൽ ഒരു ലൈറ്റ് പ്ലേസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എ സിലിണ്ടർ ഷേപ്പ്ഡ് സർഫസ് ഈസ് പ്ലേസ്ഡ് കവറിങ് ദ ഗ്ലോബ്. അതായത് സിലിണ്ടർ ഷേപ്പിലുള്ള ആകൃതിയിലുള്ളതാണ് അതിന് മുമ്പിലായിട്ട് വെച്ചിട്ടുള്ളത്. ദെൻ ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്റ്റിറ്റ്യൂഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു സിലിണ്ടറിക്കൽ സർഫസ് കവറിങ് ദ ഗ്ലോബ്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ്സിൻ്റെയും ലോങ്റ്റിറ്റ്യൂഡിൻ്റെയും ലൈൻസ് സിലിണ്ടറിക്കൽ സർഫസ് കവർ ചെയ്തിട്ടുള്ളതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതാൻ കഴിയുന്നതാണ്. ദിസ് മാപ്പ് പ്രൊജക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സാക്ട് മാപ്പിംഗ് ഓഫ് ഇക്വേറ്ററൽ റീജിയൻ. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇക്വേറ്ററൽ റീജിയൻസിലൊക്കെയാണ്. എക്സാക്റ്റ് ആയിട്ട് ആ മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. The map we get when the geographical features are projected on the cylindrical surface. അതായത് സിലിണ്ടറിക്കൽ സർഫസിലുള്ള ആ സവിശേഷതകളെല്ലാം പകർത്ത് നിർമ്മിച്ച് ലഭിക്കുന്ന ഇതാണ് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ
Zenithal projection ആണ്. Observe the figure 4.14 and find out the regions of network latitudinal and longitudinal lines are transferred using zenithal projection. A source of light is kept in the center of the transparent globe and a flat surface kept in the top. The network of lines in the longitude is projected onto a flat surface. The source of light is lit. In this way, the network lines of longitude is prepared using zenithal projection. അതായത് എന്താണ് പറയുന്നത്, പരന്ന പ്രതലത്തിൽ വെച്ചതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ടുള്ള ഒരു ലൈറ്റ് സോഴ്സ് വെക്കുക മുകൾ ഭാഗത്തായിട്ട്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് സോഴ്സ് എന്താണ് കത്തുമ്പോൾ മുകളിൽ വെച്ചിട്ടുള്ള ആ ഒരു പരന്ന പ്രതലത്തിലേക്ക് ഈ ലാറ്റിറ്റ്യൂഡ്സിൻ്റെയും ലോങ്റ്റിറ്റ്യൂഡ്സിൻ്റെയും ആ ഒരു ലൈൻസ് തെളിയും. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ജെനിതൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോണിക്കൽ പ്രൊജക്ഷൻ. മൂന്നാമത്തതാണ്. അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു. ഇനി മൂന്നാമത്തത് കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നതാണ്. കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ദിസ് ഇല്ലുസ്ട്രേഷൻ ഈസ് ഫോർ കൺസെപ്ച്വൽ ക്ലാരിറ്റി നോട്ട് അക്കോർഡിംഗ് ടു സ്കെയിൽ. ഇതൊരു എന്താണ് ഇല്ലുസ്ട്രേഷൻ കൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ബൈ വിച്ച് ദ നെറ്റ്വർക്ക് ഓഫ് ലാറ്റിറ്റ്യൂഡിനൽ ലോങ്റ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു എ കോണിക്കൽ സർഫസ് ഈസ് കോൾഡ് കോണിക്കൽ പ്രൊജക്ഷൻ. അതായത് ഈ നെറ്റ്വർക്ക് ആയിട്ടുള്ള ലൈൻസിനെ കോണിക്കൽ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദ ഷാഡോ ഓഫ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ്റ്റിറ്റ്യൂഡൽ ലൈൻസ് ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എ കോണിക്കൽ സർഫസ് ടു മേക്ക് ദ മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ദിസ് മാപ്പ് പ്രൊജക്ഷൻ ഈസ് യൂസ്ഡ് മോർ ടു മേക്ക് ദ മാപ്പ് മിഡ് ലാറ്റിറ്റ്യൂഡ് റേഞ്ച്. അപ്പോൾ ഇങ്ങനെയുള്ള കോണിക്കൽ യൂസ് ചെയ്യുന്നത് എന്താണ്, മാപ്പ് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻസിൻ്റെ മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിന് താഴെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. എന്താണ്, കംപ്ലീറ്റ് the concept of map that includes characteristics of map projection എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണ്. ക്യാരക്ടറൈസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഡെവലപ്മെൻറ്റ് സർഫസ് ഈസ് ഫ്ലാറ്റ് മോസ്റ്റ്ലി യൂസ്ഡ് ഇല്ലസ്ട്രേഷൻ ഓഫ് പോളാർ റീജിയൻ. അതേതാണ്, അത് ജെനിതൽ പ്രൊജക്ഷൻ ആണ്. ദെൻ അടുത്തത് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ് എഴുതാം. ദെൻ അടുത്തത് എന്താണ്, പ്രൊജക്ഷൻ സർഫസ്, അതായത് എന്താ പറയുന്നത്, നമ്മൾ ജെനിതലിന് കഴിഞ്ഞു. അതുപോലെ അത് ജെനിതലിൻ്റെ പ്രൊജക്ഷൻ ക്യാരക്ടറൈസ്റ്റിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തതിൻ്റെ എന്താണ് നമ്മൾ എഴുതേണ്ടത്, സിലിണ്ടറിക്കലിൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ് എഴുതണം. അതുപോലെ കോണിക്കൽ പ്രൊജക്ഷൻ, അങ്ങനെയാണിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. Then we have become familiar with the 3 types of map projection having you. അപ്പോൾ നിങ്ങളിപ്പോൾ 3 തരത്തിലുള്ള മാപ്പ് പ്രൊജക്ഷനെ കുറിച്ചിട്ട് ഇപ്പോൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാകും. In addition to map projection, mathematical techniques are also used to transfer geographical features to a flat surface. അതായത് ഈ മാപ്പ് പ്രൊജക്ഷൻ്റെ അഡീഷനായിട്ട് കുറച്ച് മാത്തമാറ്റിക്സ് ടെക്നിക്ക് കൂടി ഉണ്ട്. ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ എല്ലാം ഫ്ലാറ്റ് സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ nowadays map are being made keeping the precision accuracy with the help of innovative technologies. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് പ്രിസിഷൻ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടാണ് മാപ്പ് ഉണ്ടാക്കുന്നത്. GIS മാപ്പ് ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ടഡ് ഇൻ ദ കോർപ്പറേഷൻ. അപ്പോൾ എന്താണ് പറയുന്നത്, നഗരസഭയിൽ GIS മാപ്പിംഗ് പദ്ധതിക്ക് തുടക്കം എന്ന് പറയുന്നതാണ് ഇവിടെ ഒരു ന്യൂസാണ്. വിത്ത് ദ എയിം ഓഫ് ഡിഗ്നിസേഷൻ ഇനീഷ്യേഷൻ മേക്കിംഗ് ഡാറ്റ കളക്ഷൻ ഹാസ് ബി സ്റ്റാർട്ടഡ് ഇൻ ദ മോർ അക്യുറേറ്റ് ഫാസ്റ്റ് കോപ്പറേറ്റിംഗ് യൂസിങ് GIS ആൻഡ് സയൻറ്റിഫിക്. അതായത് എന്താ പറയുന്നത്, വിവരശേഖരണത്തിൻ്റെ കൂടുതൽ കൃത്യതയും അതുപോലെ വേഗതയും വെച്ച് ശാസ്ത്രീയതയും നൽകുന്നതിനായി ലക്ഷ്യത്തോടെ എന്താണ് GIS എന്ന് പറയുന്നത് ഉപയോഗപ്പെടുത്തി എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ന്യൂസ് പേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഹാവൻ യു എവർ തോട്ട് വാട്ട് ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഈസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന്? It is a method to collecting, analyzing, storing geographical information and presenting it in the form of map. അതായത് അത് കളക്ട് ചെയ്യുകയും അനാലിസിസ് ചെയ്യുകയും ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷനെ സ്റ്റോർ ചെയ്യുകയും അത് പ്രസൻറ്റ് ചെയ്യുകയുമാണ് മാപ്പിലൂടെ. അതാണ് ജിയോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ്, ഇൻ ദ ഫോം ഓഫ് മാപ്പിൻ്റെ രൂപത്തിൽ, ടേബിളിൻ്റെ രൂപത്തിൽ, ഗ്രാഫിൻ്റെ രൂപത്തിൽ, വെനെവർ നീഡഡ്, എവിടെയാണ് ആവശ്യം അങ്ങനെയുള്ള രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. മാപ്പ് ആർ ഓൾസോ യൂസ്ഡ് ആസ് വൺ ഓഫ് ദ പ്രൈമറി
പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ഇൻ ദ GIS. അപ്പോൾ മാപ്പാണ് വളരെ പ്രൈമറി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ GISന് കൊടുക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് മാപ്പ് ആർ ഓൾസോ കൺവേർട്ടഡ് ഇൻ ടു ഡിജിറ്റൽ ഫോർമാറ്റ്സ് ഫിക്സിംഗ് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്റ്റിറ്റ്യൂഡ് പൊസിഷൻസ്. അതായത് കമ്പ്യൂട്ടറുടെ സഹായത്തോടെ മാപ്പിനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഡാറ്റ ഈസ് കളക്റ്റഡ് ഫ്രം ദ ഡിജിറ്റൽ മാപ്പ്. ഓൾസോ മാപ്പ് ബേസ് മാപ്പ് ഈസ് ഡിഫറെൻറ്റ് പേർപ്പസ്. അതായത് ഡിഫറെൻറ്റ് പേർപ്പസിന് ഇങ്ങനെയുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ് ഇൻ വാരിയസ് ഫീൽഡ് സച്ച് ആസ് കാർട്ടോഗ്രഫി, റിസോഴ്സ് കൺസർവേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ടൂറിസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ഈ ടെക്നോളജി നമ്മൾ ഒരുപാട് മേഖലകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാർട്ടോഗ്രഫി അതായത് മാപ്പ് ഉണ്ടാക്കുന്നവർ യൂസ് ചെയ്യുന്നുണ്ട്, റിസോഴ്സ് കൺസർവേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ടൂറിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നിവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയേക്കാം. എന്നാൽ അതിന് താഴെ ലിസ്റ്റ് ദ വാരിയസ്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. അതായത് ലിസ്റ്റ് ഓഫ് വാരിയസ് ഡേ ടു ഡേ ഇൻസ്റ്റൻസസ് വിച്ച് വെർ യൂസ് GIS നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? അതായത് നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളിപ്പോൾ കറൻറ്റ് ലൊക്കേഷൻ ഏതാണെന്ന് ട്രാവലേഴ്സിന് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ഈ മറ്റുള്ള അഡ്വഞ്ചറസ് ട്രിപ്പൊക്കെ ചെയ്യുന്നവർക്ക് അവർ പോകുന്ന ആ ഡെസ്റ്റിനേഷൻ്റെ സ്ഥലം, അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ ഉണ്ടാകും അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആൻസർ ഹെൽപ്സ് ദ ട്രാവലേഴ്സ് നോ ദ കറൻറ്റ് ലൊക്കേഷൻ of buses, travels, trains in case of traffic jams. Travelers, sailors and ocean travelers who are going to adventurous trip difficult location can know in advance informations about the destination that are going to travel roads next destinations, and they can arrive it on used, provide greater accuracy and precision of the disaster relief operations when natural disaster occur. To identify the exact location, direction, altitude from the sea level of all natural and man-made geographical features, geographical analysis and map reading are essential. അതായത് നമ്മുടെ എക്സാക്റ്റ് ആയ ലൊക്കേഷൻ, അതുപോലെ ഡയറക്ഷൻ, അതുപോലെ ഓൾട്ടിറ്റ്യൂഡ്, അതുപോലെ നാച്ചുറലായിട്ട് മാൻമെയ്ഡുമായിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിൽ, അനാലിസിസ് ചെയ്യുന്നെങ്കിൽ മാപ്പ് റീഡിങ് വളരെ അത്യാവശ്യമാണ്. ഡിഫറെൻറ്റ് മാപ്സ് ദാറ്റ് ഇല്ലുസ്ട്രേറ്റ് വാരിയസ് വാട്ടർ റിസോഴ്സസ്, ഫോറസ്റ്റ്, അഗ്രികൾച്ചർ ലാൻഡ്സ് ആൻഡ് റീജിയണൽ വാല്യൂസ്, villages, towns, transport, communication facilities are being widely in modern times. അപ്പോൾ ഡിഫറെൻറ്റ് മാപ്സ് ആണ് നമ്മൾ ഓരോ കാര്യത്തിനും യൂസ് ചെയ്യുന്നത്. The changes that happen when geographical features on the earth represent on a globe can be transferred to a flat surface are now familiar. അതായത് ഇപ്പോഴത്തെ കാലത്ത് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആ ഗ്ലോബിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലേക്ക് ആകുന്നത് വളരെ കോമൺ ആണ്. isn't it? Proper map reading is essential when we use map in our daily lives. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാപ്പ് റീഡിങ് എന്ന് പറയുന്നത് വളരെയധികം പ്രോപ്പർ ആയിരിക്കണം, വളരെയധികം അത്യാവശ്യവുമാണ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു ചെറിയ പാഠമാണ്. അതായത് ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടും ലോങ്റ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടും അതുപോലെ പ്രൊജക്ഷൻ, മാപ്പ് പ്രൊജക്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അതിനെയൊക്കെ പറയുന്ന ചെറിയൊരു പാഠമാണ്. അപ്പോൾ ഈ 4 പാഠങ്ങളാണ് നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള പാഠമാണ്. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്റും ഒരു കുറച്ച് വലിയ പാഠമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം പഠിക്കുക. ആവശ്യമുള്ളവർ അതിൻ്റെ വീഡിയോസ് കാണുക. അതിലെല്ലാം നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും അതുപോലെ ആക്ടിവിറ്റീസിനെയും എക്സ്പ്ലനേഷനും എല്ലാം നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.